لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أرحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് ഇവിടെ ഈ ജഹാംഗീറിന്റെ ചികിത്സക്ക് ആവശ്യമായി നമ്മുടെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ വയക്കര ഗൾഫ് കൂട്ടായ്മയായ ICF-RSC വയക്കര യൂണിറ്റ് മുസ്ലിം ജമാഅത്ത് SYS SSF എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നൽകുന്നതിന്റെ ആദ്യത്തെ ഗഡു ഇൻഷാ അല്ലാഹ് ഇവിടെ നൽകുകയാണ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ റഹ്മാനേ. അതിൽ പങ്കെടുത്ത നൽകിയ എല്ലാവർക്കും എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുവേ എല്ലാവരെയും നീ പൂർണ്ണമായി ഹിഫ്ദ് നൽകി ഇത്തരം സംരംഭങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി എല്ലാവിധ പ്രതിസന്ധിയിൽ നിന്നും സലാമത്ത് നൽകി പൂർണ്ണ ആഫിയത്ത് നീ നൽകണേ റഹ്മാനേ. നാം സംഗമിച്ചിട്ടുള്ളത് വയക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും പ്രവാസി കൂട്ടായ്മയായ ICF-RSC അതോടൊപ്പം കേരള മുസ്ലിം ജമാഅത്ത് SYS SSF വയക്കര യൂണിറ്റിൻ്റെയും സംയുക്തമായി പിരിച്ചെടുത്ത ഒന്നാമത്തെ ഗഡുവാണ് ഈ ഒരു വേളയിൽ നമുക്ക് ഇവിടെ കൈമാറാൻ പോകുന്നത്. അതിൻ്റെ ഗൾഫ് ഘടകം ഭാരവാഹിയായിട്ടുള്ള സമീനടക്കം ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം മൗലവി അടക്കം ജമാഅത്ത് പ്രസിഡന്റ് കാർക്കുട്ടിക്ക് അടക്കം ഭാരവാഹികളും അതോടൊപ്പം ഇവിടെ ചികിത്സാ സഹായ സമിതി അംഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാൻ കാസിം മൗലവിയാണ്. അതോടൊപ്പം ഈ വേളയിൽ നമ്മുടെ ജമാഅത്തിൻ്റെ ഈ ഒരു ഫണ്ടിന് വലിയൊരു മൂല്യം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ ആദരണീയനായ മുദരിസും ഖത്തീബുമായ മീർ സഖാഫി ഉസ്താദിൻ്റെ വിശിഷ്ട സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു ഫണ്ടിന് കൈമാറാൻ ഒരു അവസരം നമുക്ക് സിദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ ഈ മുസ്ലിം ജമാഅത്തും അതോടൊപ്പം ഈ വിവിധ കൂട്ടായ്മകളൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ഫണ്ട് എന്നതിനപ്പുറം ഇതൊരു വലിയൊരു പ്രചോദനമാണ്. ഏതൊരു മഹല്ലിനും വളരെ പ്രചോദനമായ രീതിയിലാണ് ജമാഅത്ത് കമ്മിറ്റിയും അതോടൊപ്പം കൂട്ടായ്മകളൊക്കെ സംയുക്തമായി വളരെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗൾഫ് കൂട്ടായ്മയിലും മറ്റ് സംഘടനകളാണ് കൂടി നമ്മുടെ പ്രിയ സഹോദരൻ ജഹാന്റെ ചികിത്സയിലേക്ക് വേണ്ടി നൽകുന്ന ഈ ഒരു സംഭാവന അൽഹംദുലില്ലാഹ് അതിൻ്റെ ആദ്യ ഗഡുവാണ് ഇന്നിപ്പം ഇവിടെ വിതരണം ചെയ്തത്. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആശംസകളും നേരുകയാണ് നമ്മുടെ വയക്കര മഹല്ല് കമ്മിറ്റിക്കും അതുപോലെ ഗൾഫ് കൂട്ടായ്മ മഹല്ലിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് വ്യക്തിയുടെ വിഷയത്തിലും വളരെയധികം ഇടപെടുന്ന കാഴ്ച നമ്മൾ ഈ 3 വർഷമായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ പ്രവാസ ലോകത്തുള്ള ജോലിയിലും സംരംഭങ്ങളിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ഈ സംരംഭം ഇതിനു വേണ്ടി കഠിനാധ്വാനം തുടങ്ങിയത് മുതൽ ഇതുവരെ ചെയ്ത ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.